പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കത്തി നിൽക്കുന്ന സമയമാണ്. വലിയ വിവാദങ്ങൾ, ഓരോ ദിവസവും നാടകീയമായ സംഭവ വികാസങ്ങൾ. ഒരുപക്ഷെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കണ്ട ഏറ്റവും വലിയ ഡ്രമാറ്റിക് ടേണിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് CPM-ലേക്ക് വരുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്ന BJP-യുടെ സ്പോക്ക് പേഴ്സൺ സന്ദീപ് വാര്യർ കോൺഗ്രസ് വാരിയറായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് പാളയത്തിലെത്തിയിരിക്കുന്നു. വലിയ ആവേശത്തോടെ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. CPM-നെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടിയാണോ, അത് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം ഉയർത്തുന്നത് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഒരു വെല്ലുവിളിയാണോ? ഞങ്ങൾക്ക് ഒരു വെല്ലുവിളിയുമില്ല. ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠ ഉണ്ടാക്കുന്നുമില്ല. സന്ദീപ് വാര്യർ കുറച്ചു കാലമായിട്ട് BJP-യുമായിട്ട് തെറ്റി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നത് കേരളം ഒരുപാട് പ്രാവശ്യമായിട്ട് ചർച്ച ചെയ്തതാണ്. ഞാൻ അന്ന് മുതലേ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. CPM-ൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞത്, ഒരാൾ വരികയോ പോവുകയോ ചെയ്യുന്നതല്ല പ്രശ്നം, എടുക്കുന്ന നിലപാടാണ്, നയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് ഒപ്പം നിൽക്കാൻ സാധിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സരിനെ നമ്മൾ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമില്ല എന്നാണ് നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞത്. അത് വ്യക്തി അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയിരുന്നു. കോൺഗ്രസും BJP-യും തമ്മിൽ വർഗപരമായിട്ട് എന്ത് വ്യത്യാസമുള്ളത്? ഒരേ വർഗ നിലപാട് സ്വീകരിക്കുന്ന ഭരണകൂട പാർട്ടിയാണത്. ഭരണവർഗ പാർട്ടിയാണെന്ന് കൃത്യമായിട്ട് പറയാം. ഒന്ന് റൂളിംഗ് പാർട്ടിയാണ്, മറ്റൊന്ന് ഓപ്പോസിഷൻ നിൽക്കുന്ന ബൂർഷ്വാ പാർട്ടി തന്നെയാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൽ വേറെ അത്ഭുതകരമായ സംഭവമൊന്നുമില്ല. പക്ഷേ സന്ദീപ് വാര്യരുമായി ഒരു ഇൻഫോർമലായ ഒരു ചർച്ച പാർട്ടി മുൻകൈ എടുത്ത് നടത്തിയിരുന്നില്ലേ? ഞാൻ തുറന്നു ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്, മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സന്ദീപ് വാര്യർ എടുത്ത നിലപാട് തള്ളിപ്പറഞ്ഞാൽ പാർട്ടി സ്വീകരിക്കാമെന്നൊരു നിലപാട് പാർട്ടിക്കുണ്ടായിരുന്നോ? ഞങ്ങൾക്ക് ഇന്ന നിലപാട് എന്നുള്ളതല്ല. ഒരു തീവ്രവാദ വലതുപക്ഷ സമീപനം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ വർഗീയവാദ നിലപാട് സ്വീകരിക്കുന്നവർ ഒരു സുപ്രഭാതത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ പ്രയാസം. അങ്ങനെ വരുന്നു എങ്കിൽ തന്നെ ഇതുവരെയുള്ള നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സമീപനം സ്വീകരിച്ചുകൊണ്ടല്ലാതെ ഒരാളെയും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അത് സന്ദീപ് വാര്യരായാലും ആരായാലും. അതായത് സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിലെ ഒരു സ്പോക്ക് പേഴ്സണ് ഏറ്റവും അഭികാമ്യമായ ഇടം കോൺഗ്രസ് ആണ്. അത് CPM-ഓ ഇടതുപക്ഷമോ അല്ല എന്നുള്ള ഉറപ്പ്. അതായത് അത് സ്വാഭാവികമായ ചോയ്സാണ് സന്ദീപ് വാര്യർ. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിന് ഞാൻ ഉപയോഗിച്ച പദം നിങ്ങൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായത് മാത്രമേ ഉള്ളൂ. ഞാൻ ഉപയോഗിച്ചത് ഇത് രണ്ടും ഭരണവർഗ പാർട്ടികളാണ്. റൂളിംഗ് പാർട്ടിയാണ് BJP. ഭരണവർഗ പാർട്ടി തന്നെയായ ഓപ്പോസിഷൻ പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ അവിടെ വ്യത്യാസമുള്ളത്, ഹിന്ദുത്വം ഉപേക്ഷിച്ചാണ് സന്ദീപ് വാര്യർ മതേതര ചേരിയിൽ വന്നതെന്നാണ്. സന്ദീപിൻ്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ, വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും ഒരു അസ്വസ്ഥതയിൽ നിന്ന് ഞാനിപ്പോൾ മതേതരത്വത്തിൻ്റെ സമാധാനത്തിലേക്ക് വന്നിരിക്കുന്നു, അഥവാ സ്നേഹത്തിൻ്റെ കലയിലേക്ക്. ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസും സ്വീകരിക്കുന്നത്. ഇവർ തുറന്ന വർഗീയവാദമാണ്. കോൺഗ്രസ് ഒരുതരം മൃദു ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിൽ വലിയ ആശ്വാസത്തിനും ഒന്നും വകയില്ല സന്ദീപ് വാര്യർക്ക്. അപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നത്, അഥവാ KPCC ക്യാമ്പിലേക്ക് വരുന്നത് മൃദു ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്, അഥവാ ഒരു ഡീലിൻ്റെ ഒരു പ്രതിഫലനമാണോ അത്? അല്ല, BJP-ക്കും കോൺഗ്രസിനും നയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. കാര്യമായിട്ട് വർഗീയതയുമായി ബന്ധപ്പെട്ട തീവ്രതയാണ് ആകെ പറയാൻ പറ്റുന്ന ഒരു വ്യത്യസ്തത. ബാക്കി ഒരു വ്യത്യാസം അവരില്ല. വർഗപരമായിട്ടില്ല, സാമ്പത്തിക നിലപാടുകളില്ല, വിദേശ നയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കാര്യമായിട്ട് വ്യത്യാസമില്ല. ഒക്കെ ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്.